രാവിലെ 6:30-7 മണിയായി. ഇന്നാണ് ആദ്യം അത്രയും നേരത്തെ എണീക്കുന്നത്. വന്നിട്ട് അമ്പലത്തിൽ പോകാൻ പോവാം എല്ലാവരും കൂടെ ആയിട്ട്. വന്നിട്ട് ഇതുവരെ പോയി നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ അവിടേക്ക് പോവാം. അങ്ങനെ ഞാനും നന്ദുവും കൂടെ അവിടുത്തെ ഒരു വണ്ടിയിൽ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു എന്നൊരു ഡൗട്ട്. കാരണം അവിടെ പൂജ നടക്കുമായിരുന്നു. അപ്പം പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലെല്ലാം കയറി പ്രാർത്ഥിച്ചു. പിന്നെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അവിടെ കഞ്ഞി ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും ആമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ പോയത്. ഇവിടെ അടുത്തേതോ അമ്പലത്തിൽ ഉത്സവമായിരുന്നു തോന്നുന്നു. പോകുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാവും. വൈകിട്ടല്ലേ ഉത്സവം. അപ്പം ആനയൂട്ടും അങ്ങനത്തെ എന്തെങ്കിലും ചടങ്ങൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ റാൻഡം ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളായിരുന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലായിരുന്നു. അതിനുശേഷം വൈകിട്ടായിരുന്നു ഞങ്ങൾ ലൈറ്റ് ഹൗസിലൊക്കെ പോയത്. കഴിഞ്ഞോട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു ലൈറ്റ് ഹൗസിൽ പോകണം എന്നൊക്കെ. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പോയി, പക്ഷേ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം മാമനെയും മാമൻ്റെ മക്കളും ഒക്കെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ വന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൊല്ലത്തിൻ്റെ ഭംഗി ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. ആ പുലിമുട്ടും അതൊക്കെ ആയിട്ട് അവിടുത്തെ പണി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രി ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയും കൂടെ പോകണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പുറത്തോട്ട് വന്നു. കഴിഞ്ഞ വട്ടം അമ്മയായിട്ട് പുറത്തു നിന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം മാമനും ഫാമിലി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞ വട്ടം നമുക്ക് ലൈറ്റ് ഹൗസിൽ വരണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൽ വന്നു. ലൈറ്റ് ഹൗസിൽ കയറി കണ്ടു. ഇനി ബീച്ചിൽ പോകാൻ അവിടെ കുറച്ച് നേരം ഇരിക്കും. അപ്പം നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് തിരിച്ചിറങ്ങി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പുറത്ത് പുലിമുട്ട, അവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഹൈ, ഇവിടെ അല്ല, ഇതിൻ്റെ ഉണ്ട്. അവിടെ പുലിമുട്ടിന് പണി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് എൻട്രൻസ് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പുലിമുട്ടിലെ പണിയില്ല. അല്ലെങ്കിൽ അവിടെയും കൂടെ പോകായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. എല്ലാവരും അപ്പുറ സൈഡിലുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. അന്താരാഷ്ട്ര ചർച്ച നടക്കുന്നു ഇവിടെ. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ, പാർക്ക് കണക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ആയാലും ലൈറ്റ് ഹൗസ് മാത്രമല്ല, കുറച്ച് ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബീച്ചിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഇതേ ബീച്ചിൽ വന്ന് നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അധികം ക്ലിപ്സ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വി പാർക്കിൽ പോയി. അവിടെ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ മാജിക് നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ മാമൻ പാടും, ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം മാമനൊരു അവസരം കിട്ടി. അങ്ങനെ മാമനെയും കയറി പാടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഫാമിലിയായിട്ടൊന്ന് പുറത്ത് പോയി, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നല്ല വീഡിയോ എടുത്തു വെച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത ഒരു വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ബൈ. ടാറ്റ.